ഹരേ കൃഷ്ണ. രാവണ നിഗ്രഹത്തിൻ്റെ കഥാഭാഗം രണ്ടാം ഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. കഴിഞ്ഞ ഭാഗത്ത് ശ്രീരാമൻ ആസുരാസ്ത്രത്താൽ തൊടുത്തുവിട്ടുവെന്നാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. ആ അസ്ത്രത്താൽ പീഡിതനായ രാവണൻ വളരെ പ്രയാസപ്പെട്ട് തൻ്റെ ശൂലമെടുത്ത് ശ്രീരാമൻ്റെ നേർക്ക് വീശിയെറിഞ്ഞു. ശ്രീരാമൻ അതിനെ ആകാശത്തിൽ വെച്ച് തന്നെ മുറിച്ചെറിഞ്ഞു. പിന്നീട് ദേവേന്ദ്രൻ നൽകിയ ശക്തിയായുധം ഉപയോഗിച്ച് രാവണന്റെ രഥ അശ്വങ്ങളെ മുറിപ്പെടുത്തി. മറ്റൊരു ബാണം രാവണന്റെ നെറ്റിയെ ലക്ഷ്യമാക്കി എയ്തുവിട്ടു. അതോടെ രാവണൻ തരിച്ചിരുന്നു പോയി. ക്രുദ്ധനായ രാവണൻ അട്ടഹസിച്ചുകൊണ്ട് സാരഥിയോട് രാമന്റെ നേർക്ക് രഥം അയക്കുവാൻ ആവശ്യപ്പെട്ടു. ആ രാക്ഷസൻ ചാപശരങ്ങൾ ശ്രീരാമന്റെ നേർക്ക് ശരവർഷം പോലെ തൊടുത്തുവിട്ടു. എന്നാൽ ശ്രീരാമനുണ്ടോ വിടുന്നു? അവയെല്ലാം പ്രത്യസ്ത്രങ്ങളാൽ ഖണ്ഡിച്ചു കളഞ്ഞു. പിന്നീട് രാവണന്റെ ക്രൂരപ്രവൃത്തികളെ നിന്ദിച്ചുകൊണ്ട് ഒരു നിമിഷം സകല അസ്ത്രങ്ങളെ സ്മരിച്ചു. ആ നിമിഷത്തിൽ തന്നെ സകല അസ്ത്രദേവതകളും രഘുപതിയുടെ മുന്നിൽ അണിനിരന്നു. സന്തുഷ്ടനായ രാമൻ ഓരോ അസ്ത്രത്തെയും രാവണന്റെ നേർക്കയച്ചു. രാമബാണമേറ്റ് രാവണൻ ബോധരഹിതനായി നിലംപതിച്ചു. രാവണൻ കുഴഞ്ഞു വീഴുന്നത് കണ്ട് സാരഥി രഥം തിരിച്ചു വിട്ടു. അല്പം ദൂരം പിന്നിട്ടപ്പോഴേക്കും ബോധം രാവണന് വീണ്ടും കിട്ടി. രാവണന് പരിസരബോധമുണ്ടായി. താനിപ്പോൾ രണഭൂമിയിലല്ലെന്ന് ബോധ്യം വന്നപ്പോൾ രാവണൻ സാരഥിയോട് കയർത്തു. എടാ ഭീരു, നന്ദി കെട്ടവനെ, നിന്നോട് ആര് പറഞ്ഞു യുദ്ധഭൂമിയിൽ നിന്നും പിന്തിരിയാൻ? ഞാൻ ചത്തെന്ന് കരുതിയോ നീ? ശത്രുക്കളുടെ മുമ്പിൽ നീ എന്നെ അപമാനിതനാക്കി. ഞാനിതൊരിക്കലും ക്ഷമിക്കുകയില്ല. രാവണന്റെ വർദ്ധിച്ച കോപം കണ്ട് സാരഥി ഞെട്ടിവിറച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭു, ഞാൻ പേടിച്ചോടിയതല്ല. അങ്ങ് ബോധം കെട്ട് വീണതുകൊണ്ട് അപായത്തിനിടവരരുതെന്ന് കരുതിയാണ് അടിയൻ രഥം തിരിച്ചോടിച്ചത്. അവിടുത്തെ കീർത്തിയെ ഈയുള്ളവൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനാൽ അങ്ങ് ക്ഷമിച്ച് മാപ്പ് നൽകിയാലും. അത് കേട്ട് രാവണന്റെ കോപം കെട്ടടങ്ങി. ഉടനെ ഒരു തോൾവള ഊരി തേരാളിക്ക് സമ്മാനിച്ചുകൊണ്ട് വീണ്ടും രഥം യുദ്ധക്കളത്തിലേക്ക് വിടാൻ കൽപ്പിച്ചു. രാവണന്റെ ആജ്ഞപ്രകാരം സാരഥി വീണ്ടും യുദ്ധക്കളത്തിലേക്ക് രഥത്തെ നയിച്ചു. ഹരേ കൃഷ്ണ. ഇനി ഇതിൻ്റെ അവസാന ഭാഗം അടുത്തതിലാണ്.